ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് സൺഡേ ആണ്. നല്ലൊരു സൺഡേ ആശംസിക്കുന്നു എല്ലാവർക്കും. ഇത് ടൈഗർ ഐയുടെ ബ്രേസ്ലെറ്റ് ആണെന്ന്. സൺഡേസിലാണ് ഇത് ഇടാൻ പറ്റുന്നത്, ലെഫ്റ്റ് ഹാൻഡിലാണ് ഇടാൻ പറ്റുന്നത്, അതുകൊണ്ട് അത് കിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ്, ഇന്നത്തെ ദിവസം എന്ത് എനർജിയാണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണുള്ളത് നോക്കാം. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കണം, നല്ല ചിന്തകളോടുകൂടി ഇരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കാം നമുക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നമുക്കിന്ന് തരുന്നതെന്ന് നോക്കാം. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് പേജ് ഓഫ് വാൺസ് ആണ്. അപ്പം നിങ്ങൾ ഇന്ന് നിങ്ങളെ തന്നെ അഡ്മയർ ചെയ്യും. ആഹാ കൊള്ളാലോ, സൂപ്പർ, അടിപൊളി, ഫെൻറ്റാസ്റ്റിക്, പ്ലാസ്റ്റിക് ഇലാസ്റ്റിക് എന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ നിങ്ങളിങ്ങനെ അഡോൺ ചെയ്യും. ആ കൊള്ളാലോ എന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെ കണ്ടെത്താൻ പറ്റും. അതാണ് പേജ് ഓഫ് വാൺസ്. നിങ്ങളുടെ പാഷൻ നിങ്ങൾ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ അഡ്മയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സെൽഫ് ലവ് ചെയ്യണം. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിൽ ഇഷ്ടപ്പെടുന്നത് നമ്മളെ തന്നെയാണ്. അത് എവിഡൻ്റ് ആണ്. നമ്മളെപ്പോഴും പറയും എനിക്ക് എൻ്റെ ഭർത്താവാണ് അല്ലെങ്കിൽ എൻ്റെ മക്കളാണ് വലുത്. ഒന്നുമല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഏറ്റവും നന്നായി നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ ഇന്ന് നിങ്ങളോട് ഒരു പ്രത്യേക സ്നേഹം, നിങ്ങൾക്ക് തന്നെ നിങ്ങളെ കണ്ണാടി നോക്കിയിട്ട് മതിയാകാതെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു എനർജിയാണ് ഈ പേജ് ഓഫ് വാൺസ്. അതുപോലെ നിങ്ങളുടെ ഒരു പാഷന് വേണ്ടിയിട്ട്, ഒരു പാഷൻ നിങ്ങൾ വീണ്ടും പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ പാതി വഴിയിൽ നിന്ന് പോയ ഒരു പാഷൻ, നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് ഐഡിയ, ഡാൻസോ പാട്ടോ അങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ട് വന്ന ഏതെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം പാതി വഴിയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇന്നത് പുനരാരംഭിക്കുന്നു എന്നാണ്, ഒരു പുതിയ തുടക്കം എന്നാണ്. അപ്പോൾ ഇപ്പോൾ വീണ്ടും അത് പുനരാരംഭിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഹഡിൽസ് ചാടി കടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ചിന്തയൊന്നുമില്ല. എന്ത് റിസ്ക് എടുത്താലും കുഴപ്പമില്ല, ഞാനത് അച്ചീവ് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഒരു ഫ്രഷ് ന്യൂ ബിഗിനിങ് ആണ്. റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല അത്യാഹ്ലാദത്തോടു കൂടി ആ ഒരു പാഷനെ ചേസ് ചെയ്യുന്നു എന്നാണ് പേജ് ഓഫ് വാൺസ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു പാഷനിലേക്ക് നിങ്ങൾ വീണ്ടും നടന്നെടുക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് നിങ്ങളൊരു വ്യക്തിയോട് കാണിക്കുന്ന വല്ലാത്ത അടുപ്പമായിരിക്കും. ഒരു വ്യക്തിയോട് പാതി വഴിയിൽ നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഒരാളായിരിക്കാം, ഇടയ്ക്ക് വെച്ച് നിന്നുപോയ റിലേഷൻഷിപ്പ് ആയിരിക്കാം. ആ ഒരാളോട് നിങ്ങൾക്ക് വീണ്ടും വല്ലാത്ത അഡ്മിറേഷൻ തോന്നും. ചില കാര്യങ്ങൾ, ചില ആളുകളെ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് നമുക്ക് അവരെത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്നൊക്കെ മനസ്സിലാവുന്നത്, അവരെ മിസ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടാവും. ഈ വാണ്ടെന്ന് പറയുന്നത് പാഷനുമാണ്, പേഴ്സണുമാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചില ആളുകളെ ഇന്ന് മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്, അവരോട് വല്ലാത്ത അഡ്മിറേഷൻ തോന്നാൻ സാധ്യതയുണ്ട്. അതാണ് പേജ് ഓഫ് വാൺസ്. രണ്ടാമത്തെ കട എന്ന് പറയുന്നത് ഇത് ഏത് കാടാ? എൻ്റെ പെണ്ണ് ദൈവം, നീ പണി വാളി, ഈ കോൺസ കാട് കണ്ണ് കാണുന്നില്ലല്ലോ കർത്താവേ. പുതിയ കാർഡായതുകൊണ്ട് ഐ ആം നോട്ട് വെരി മച്ച് ക്ലോസ് ടു ദിസ് കാർഡ്. 2 ഓഫ് കപ്സ് ആണെന്ന് തോന്നുന്നു. ശരി, 2 ഓഫ് കപ്സ് ആണ് കേട്ടോ. ഇത് ഒന്ന് ഗ്ലൈസിങ് കൂടി ഉള്ളത് കൊണ്ട് ഐ കുഡിൻറ്റ് റെക്കഗ്നൈസ് ഇറ്റ്. ഇത് 2 ഓഫ് കപ്പാണ്. അതായത് ഒരു സോൾമേറ്റ് യൂണിയനാണ്. അതുപോലെ 2 ഓഫ് കപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് എഫേർട്ട് ഇടുന്നോ അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു റിവാർഡ് നമുക്ക് കിട്ടും. അതാണ് 2 ഓഫ് കപ്പ് എന്ന് പറയുന്നത്. അതായത് ഇമോഷനാണ്. കപ്പ് എനർജി എന്ന് പറയുന്ന ഇമോഷനാണ്. അപ്പോൾ 2 പേര് അങ്ങോട്ട് കൊടുക്കുന്ന കപ്പ് ഇങ്ങോട്ട് തിരിച്ചു വാങ്ങിക്കുന്നത്. അത് എപ്പോഴാണ്? ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലവേഴ്സിൻ്റെ എനർജി വരുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലി നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിട്ട് വാങ്ങി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് 2 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. എന്ത് എഫേർട്ട് ഇടുന്നോ അതിന് തുല്യമായ പരിഗണന, സ്നേഹം നിങ്ങൾക്ക് കിട്ടും എന്നാണ് കാണുന്നത്. ഇതൊരു സോൾമേറ്റ് യൂണിയൻ്റെ കാർഡാണ്. അപ്പോൾ ഒരു റീയൂണിയൻ ഇന്ന് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കല്യാണമായിരിക്കാം, ചിലപ്പോൾ ഒരു കല്യാണ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നതായിരിക്കും, നിങ്ങൾ അതിന് സാക്ഷിയാവുന്നതായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ തന്നെ കല്യാണമായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു യൂണിയനിൽ നിങ്ങൾ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ റീയൂണിയൻ നടക്കുന്നു എന്നുള്ളതാണ് ഈ 2 ഓഫ് കപ്സ് പറയുന്നത്. കുറേ പേര് എൻ്റെ വീഡിയോ കണ്ടിട്ട് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ബുക്ക് എടുത്തുകൊണ്ടൊന്ന് എഴുതിക്കോണം കേട്ടോ, ഓരോ കാർഡും എന്തൊക്കെയാണ് മീനിങ് പറയുന്നതെന്നുള്ളത്. കുറച്ചും കൂടെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള മീനിങ് വെച്ചിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് കാർഡ് മാച്ച് ആവുന്ന വെച്ചിട്ട് നിങ്ങൾ ജനറലൈസ് ചെയ്ത് മീനിങ് എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാലും മാക്സിമം ഞാൻ കീവേഡ്സ് പറയാൻ ശ്രമിക്കാം. ദെൻ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 2 പേജസ് വന്നിട്ടുണ്ട്. ഈ പേജസ് എന്ന് പറയുന്നത് യങ്ങർ എനർജീസ് ആണ്. അതായത്
ഏസ് മുതൽ 10 വരെയുള്ള സൈക്കിൾ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കോഡ് കാർഡുകളിൽ ഫസ്റ്റാണ് പേജ് എന്ന് പറയുന്നത്. ഇവർ യങ്ങർ എനർജീസാണ്, കൗമാരക്കാരാണ്. അപ്പോൾ അവരുടെ തീരുമാനങ്ങൾക്കും അത്രത്തോളം ഒരു പോസിറ്റിവിറ്റിയൊക്കെ ഉള്ളു. അവരതിൽ ഉറച്ചു നിൽക്കാനൊന്നും താല്പര്യപ്പെടുന്ന ആളുകളൊന്നും അല്ല. ഈ പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുക, പണത്തിനെ അതിൻ്റെ മൂല്യം ഉയർത്തി കാണിക്കുക, മൂല്യം എന്താണെന്ന് മനസ്സിലാവുക, അത്രത്തോളം മൂല്യത്തോടു കൂടി പണത്തിനെ ഉയർത്തുക, ഇതൊക്കെയാണ്. അപ്പം ഇന്നത്തെ ദിവസം പണം നിങ്ങൾക്ക് വന്നു കിട്ടും. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് പണം ഇന്ന് ധാരാളം വന്നു കിട്ടുമെന്ന് കാണുന്നുണ്ട്. പണത്തിനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. പണത്തിൻ്റെ മൂല്യം നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്ത ഒരു എഫേർട്ട്, നിങ്ങളൊരു സീഡ് കുഴിച്ചിട്ടിട്ട് ആ സീഡിൻ്റെ ഈൽഡ്, വിളവെടുത്ത് അതിൽ നിന്ന് ആദ്യത്തെ പെന്നി, ആദ്യത്തെ പൈസ കൈ കിട്ടുന്ന കർഷകനാണിത്. അപ്പോൾ അത്രത്തോളം നിങ്ങൾ കാത്തിരുന്നിട്ട് പണം നിങ്ങൾ ഏൺ ചെയ്തിരിക്കുന്നു, അതിൻ്റെ സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് സാലറി ആയിട്ടോ അല്ലെങ്കിൽ പല രീതിയിൽ പണം നിങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്. ഫിനാൻഷ്യൽ അബണ്ടൻസും മാനിഫെസ്റ്റേഷനുമാണ് കേട്ടോ. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യണം, പണത്തിന് ഹോപ്പനൊപ്പനോ ചൊല്ലണം കേട്ടോ. അപ്പോൾ അതാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. ഇത് പണമാകാം, ഇതും ഒരു വ്യക്തിയാകാം. അതായത് നിങ്ങൾ ഒരുപാട് മൂല്യം കൊടുക്കുന്ന ഒരു വ്യക്തിയെ മിസ് ചെയ്യുന്നു എന്നാണ്, അയാളെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ്, അയാളുടെ മൂല്യം നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു എന്നാണ് ഈ പേജ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഓക്കെ, വേൾഡ് കാർഡാണ്. വേൾഡ് കാർഡ് എന്ന് പറയുന്നത് സക്സസിൻ്റെയും കംപ്ലീഷൻ്റെയും കാർഡാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നു, നിങ്ങളൊരു കാര്യം നേടാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ അത് ഇന്നേ ദിവസം സക്സസ്ഫുൾ ആകുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയുടെ ഒരു കംപ്ലീഷനിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ്. ഇത് ഈ വേൾഡ് എന്ന് പറയുന്ന കാർഡ് ഒരു കംപ്ലീഷൻ്റെയും കൂടെ കാർഡാണ്. ഒരു സൈക്കിൾ എൻഡ് ആവുന്നു എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിൾ എൻഡ് ആകുന്നു. ഇതെന്ന് പറയുന്നത് മേജർ അർക്കാനക്കാർഡിലെ ലാസ്റ്റ് കാർഡുമാണ്. അതായത് നിങ്ങൾ ജീവിത പാഠങ്ങളിലെ ഏറ്റവും വലിയ പാഠങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ പുത്തൻ ഉണർവാണ്. അപ്പോൾ നിങ്ങൾ ഇനി വരാൻ പോകുന്നത് ഒരു ഗുരുവിനെ പോലായിരിക്കും, ഒരു പുതിയ തുടക്കമായിരിക്കും നിങ്ങൾക്ക് ഇനി ഉണ്ടാകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു കംപ്ലീഷൻ്റെ കാർഡാണ്. എന്തോ ഒരു കാര്യം കംപ്ലീറ്റ് ആയി പോകുന്നത്, നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവുന്നതോ, നിങ്ങൾ എന്ത് പ്രവൃത്തിയിലാണോ ഏർപ്പെട്ടിരിക്കുന്നത് അവിടെ വളരെ സക്സസ്ഫുൾ ആവുന്നതോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇന്നൊരു ഫംഗ്ഷനിൽ പങ്കെടുക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നടുക്ക് നിന്ന് നിങ്ങളെ ആസ്വദിച്ച്, നമ്മളെപ്പോഴും നമ്മൾ സെൽഫ് കോൺഷ്യസ് ആയിരിക്കും. അപ്പം നമ്മളെ ഇങ്ങനെ ആസ്വദിച്ച് നമ്മളിങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നോക്കി നടക്കുന്ന സമയത്ത് നിങ്ങൾ ഇന്ന് കാണും ചുറ്റും നിന്ന് ആളുകൾ നിങ്ങളെ ഇങ്ങനെ നോക്കുന്നത്. അപ്പം പലവിധമായ ആളുകൾ ചുറ്റും നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ നിങ്ങൾ ഇന്ന് പോയി നിൽക്കും. നിങ്ങളായിരിക്കും ഇന്നത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇന്നൊരു ഗ്യാതറിങ്ങിൽ പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇന്ന് നിങ്ങളാണ് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. നിങ്ങൾ ഇന്ന് ആളുകളെല്ലാം ശ്രദ്ധിക്കും, നിങ്ങളെക്കുറിച്ച് നല്ലതും ചീത്തയൊക്കെ ആളുകൾ പറയാൻ സാധ്യതയുണ്ട്. അതാണ് വേൾഡ് കാർഡ്. കംപ്ലീഷനും സക്സസ്സും ആണ് കേട്ടോ. ഇതൊരു ഡാൻസിങ് ലേഡി കോൺസെപ്റ്റും കൂടിയാണ്. അതാണ് പറഞ്ഞത്, നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങളുടെ എനർജി വലിച്ചെടുക്കാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം കേട്ടോ. ഈ ഫംഗ്ഷൻസിന് പോകുന്ന ആളുകൾ തിരിച്ചു വരുമ്പോൾ മിക്കവാറും ഈ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീനില്ലേ, അതിനകത്തിട്ട് വലിച്ചിട്ട് എടുക്കുന്ന റബ്ബർ ഷീറ്റ് പോലെ ആയിരിക്കും, ഫുൾ എക്സോസ്റ്റഡ് ആയിട്ട് എനർജി ലോസ് ആയിട്ടായിരിക്കും തിരിച്ച് വീട്ടിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഫംഗ്ഷൻസിൽ പങ്കെടുക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളുടെ എനർജി ഇന്ന് മറ്റുള്ളവർ സ്ക്വീസ് ഔട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഡെത്ത് കാർഡാണ്. ഇതും എൻഡാണ്, പരിസമാപ്തിയാണ് കേട്ടോ. ഇത് എൻഡെന്ന് പറയുന്നത് എൻഡ് ഓഫ് ആൻ ഇയർ അല്ലെങ്കിൽ ഡെത്ത് ഓഫ് എ കാർമിക് സൈക്കിളാണ്. ഇതിന് ശേഷം റീബർത്ത് ആണ്, ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കാർമിക് സിറ്റുവേഷൻ, ഇന്ന് കുറേ ആളുകളുടെ കാർമിക് സിറ്റുവേഷൻസ് ഇവിടെ എൻഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നു, ഡെത്ത് കഴിഞ്ഞിട്ട് റീബർത്തിലേക്ക് പോകുന്നു. ഇവിടെ കംപ്ലീഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആ വീല് കംപ്ലീറ്റ് ആയി നെക്സ്റ്റ് സ്റ്റാർട്ടിലേക്ക് നിങ്ങൾ പോകുന്നു എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മേജർ അർക്കാന കാർഡ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ട്രാൻസ്ഫർമേഷൻ നടക്കുന്നു എന്നാണ്. ഇത് ട്രാൻസ്ഫർമേഷൻ്റെ കാർഡാണ്. അതായത് ചില സാഹചര്യങ്ങൾ, വളരെ രൂക്ഷമായ സാഹചര്യങ്ങളിൽ കൂടെ മനുഷ്യർ കടന്നു പോകും. ചില മനുഷ്യരെ അതിനെ ഓവർകം ചെയ്ത് അപ്പുറത്ത് പോകുള്ളൂ, ബാക്കിയുള്ള മനുഷ്യർ അതിൽ സറണ്ടർ ചെയ്ത് പിൻവാങ്ങും, ജീവിതത്തിൽ നിന്ന് തന്നെ പിൻവാങ്ങി പോകാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ലൈഫിലെ ഒരു ട്രാൻസ്ഫർമേഷൻ ഫേസിൽ കൂടെ നിങ്ങൾ പോകുന്നു, നിങ്ങളുടെ ചില കാർമിക് സിറ്റുവേഷൻസ് എൻഡായി പോകുന്നു എന്നൊക്കെയാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ നിങ്ങളിന്ന് നിങ്ങളുടെ കാർമിക്കായിട്ടുള്ള സിറ്റുവേഷൻസ് എൻഡ് ആകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ കുറച്ചൊന്ന് കോൺഷ്യസ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നിങ്ങൾ മനഃപൂർവ്വമായി നിങ്ങളുടെ ഒരു മനസാന്നിധ്യം ഉണ്ടായിരിക്കുന്ന നല്ലതായിരിക്കും. അതാണ് ഡെത്ത് കാർഡ് പറയുന്നത്. ഡെത്ത് എന്ന് വെച്ചാൽ ഡെത്ത് അല്ല, ലിറ്ററലി ഡെത്ത് അല്ല, ഡെത്ത് ഓഫ് എ കാർമിക് സൈക്കിളാണ് കേട്ടോ. ഒരു കാർമിക്കിൻ്റെ കാർഡാണ് ഈ ഡെത്ത് കാർഡ്. 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ഓഫ് ദ ലേബർ ആണ്. അതായത് നമുക്ക് ചെയ്യാനുള്ള പ്രവൃത്തി, അതായത് എന്ത് കഷ്ടപ്പാടാണോ നിങ്ങൾ സഹിക്കേണ്ടിയിരുന്നത് അത് നിങ്ങൾ ചെയ്തു, എന്നിട്ട് അതിനൊരു ഫലം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ്. അപ്പോൾ പണത്തിന് വേണ്ടിയായിരിക്കാം, സമൃദ്ധിക്ക് വേണ്ടിയായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന്
ഫിനാൻഷ്യൽ അബണ്ടൻസ് വരുന്നു എന്നാണ്. ഇത് ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ്. ഈ ലേഡി എന്ന് പറയുന്നത് ഒരു മച്ചുവർ ലേഡിയാണ്. അവർ ഭയങ്കര പ്രോസ്പെരിറ്റി ഉള്ള വളരെ റിച്ച് ആയിട്ടുള്ള ഫ്രം ആൻ അഫ്ലുവൻറ്റ് ഫാമിലി ലേഡിയാണിത്. അവരുടെ പിന്നിലൊക്കെ നമ്മൾ നോക്കിയാൽ കാണാം കോയിൻസ്, സോ മെനി കോയിൻസ് അതേ. ആൻഡ് ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ ദ കോയിൻസ് ടു കം ഔട്ട്. അപ്പോൾ അവർ അത്രയും ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. അപ്പോൾ നിങ്ങളും ഇന്ന് അത്രത്തോളം ലക്ഷൂറിയസ് ആണ്. ഭയങ്കര ഒരുപാട് പണം നിങ്ങളിൽ വന്ന് ചേരും. അതുപോലെ നിങ്ങളിന്ന് നിങ്ങളെ വളരെ ഡെക്കറേറ്റ് ചെയ്തിട്ട് അഡോൺ ചെയ്തിട്ട് നിങ്ങളുടെ സമൃദ്ധി, നിങ്ങളുടെ എന്താണ് അബണ്ടൻസ് പുറമേ കാണിക്കുന്ന രീതിയിലായിരിക്കും നിങ്ങളിന്ന് നിങ്ങളെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ പോകുന്നത്. ഇത് വളരെ റിച്ച് ആയിട്ടുള്ളൊരു ലേഡിയുടെ എനർജിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ധാരാളം പണം വരുമെന്നും അബണ്ടൻസ് വന്ന് നിറയുമെന്നും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എക്സ്പോഷർ കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ ഏറ്റവും നല്ല മാക്സിമം പുറത്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ ഫ്രൂട്ട് ഓഫ് ദ ലേബറാണ്. നിങ്ങൾ എന്ത് അധ്വാനമാണോ ചെയ്തത് അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഇന്ന് വന്ന് കിട്ടുമെന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പല സോഴ്സിൽ നിന്ന് പണം വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ജോലി ചെയ്തതിൻ്റെയോ കാത്തിരുന്ന പണം ഒക്കെ ആവാം കേട്ടോ. എങ്ങനെയായാലും എൻ്റെ വീണ്ടും സെയിം കാർഡാണ്. ഇത് 10 ഓഫ് പെൻറ്റക്കിൾ ഫാമിലി കാർഡാണ് വിത്ത് ഫിനാൻഷ്യൽ അബണ്ടൻസ് ഫ്രം വേരിയസ് സോഴ്സസ് ആണ്. അതായത് ഫാമിലി കാർഡാണ്, അതിൻ്റെ കൂടെ പല സോഴ്സിൽ നിന്ന് പണം വന്ന് ചേരുമെന്നാണ്. അപ്പോൾ ഇന്ന് എന്തോ എവിടെ നിന്നൊക്കെയോ ആർക്കൊക്കെയോ പണം വന്ന് ചേരുന്ന ഒരു എനർജിയാണ് കേട്ടോ. ചിട്ടിയോ അല്ലെങ്കിൽ കുറിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള നറുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതാണ് 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇത് വേറൊരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾക്ക് EMIs പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ ഈ രീതിയിൽ EMIs അല്ലെങ്കിൽ തിരിച്ചടവ് റീപേയ്മെൻറ്റിൽ കുറേ പൈസ ഇന്ന് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പണം ഇങ്ങോട്ട് വരുന്നത് പോലെ തന്നെ ചിലവാക്കുമ്പോഴും സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ ഒരു കണക്കില്ല, അല്ലെങ്കിൽ ഒരു പരിധി നിശ്ചയിച്ചില്ലെങ്കിൽ പണം ഒന്ന് ഒരുപാട് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. പൈസ ഒരു ഹൈ എനർജിയാണ്. വന്ന് കിട്ടിയ രക്ഷപ്പെട്ടു. പക്ഷെ പോകുന്നതിനൊരു നിയന്ത്രണം വെച്ചില്ലെങ്കിൽ അത് ആ ഫ്ലോ അവിടെ എൻ്റെ പൈപ്പും പണി ബാഡ്കർമ്മ വലിച്ചു വെക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ഏസ് ഓഫ് കപ്സ് ആണ്. ഒരു ന്യൂ ലവ് ആയിരിക്കാം. നിങ്ങളിലേക്കൊരു പുതിയ ലവ് വരുന്നതായിരിക്കാം. നിങ്ങളോട് വലിയ ആരാധനയുള്ള ആളുകളെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾക്കൊരു പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫർ വരുന്നതായിരിക്കാം. ഒരു ഗിഫ്റ്റോ സർപ്രൈസോ കിട്ടുന്നതായിരിക്കാം. നിങ്ങൾക്ക് ഒരു മനുഷ്യനോട്, ആണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ, ഒരു മനുഷ്യനോട് ഒരു പ്രത്യേക സ്നേഹം തോന്നുന്നതാണ്. ചിലപ്പോൾ ഈ മനുഷ്യൻ മുമ്പ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ തമ്മിൽ അകന്ന് നിൽക്കുമായിരിക്കും. അപ്പോൾ ആ മനുഷ്യനോട് നിങ്ങൾക്ക് ഇന്നൊരു പ്രത്യേക സ്നേഹം തോന്നുന്നു എന്നാണ് ഏസ് ഓഫ് കപ്പ് പറയുന്നത്. ഏസ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തുടക്കമാണ്. ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പുതിയ തുടക്കമാണ്. അതൊരു പുതിയ ലവ് ആയിരിക്കാം. കല്യാണം കഴിഞ്ഞ് പുതിയൊരു യൂണിയൻ ആയിരിക്കും. ഇത് യൂണിയൻ്റെ കാർഡാണ്, റീയൂണിയൻ്റെ കാർഡാണ്. അപ്പോൾ റീയൂണിയൻ ആയിരിക്കാം. കല്യാണം കഴിഞ്ഞ് രണ്ട് സോളുകൾ ഒന്നാവുന്നതായിരിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങളിലേക്കൊരു പുതിയ പ്രണയമോ അല്ലെങ്കിൽ നിങ്ങളിലേക്കൊരു പുതിയ ഗിഫ്റ്റോ സർപ്രൈസോ ഒരു പുതിയ ഓഫറോ ഒക്കെ വരുന്നതാവാനും സാധ്യതയുണ്ട്. അതാണ് ഏസ് ഓഫ് കപ്സ്. ഇവിടെ ഒരു ഫെർട്ടിലിറ്റിയുടെ കൂടെ കാർഡാണ് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞുവാവ, ബേബി കോൺസെപ്റ്റ് കൂടി ഉണ്ട്. അപ്പോൾ കുഞ്ഞുവാവകളെ കാത്തിരിക്കുന്നവർക്കൊക്കെ കുഞ്ഞുവാവ വരാൻ സമയമായിട്ടുണ്ടാവും. കുഞ്ഞുവാവ ഉണ്ടായെന്ന് അറിയുന്നതായിരിക്കും. അങ്ങനെയുള്ളൊരു എനർജിയും കൂടിയാണ് കേട്ടോ. ദെൻ സ്ട്രെങ്ത് കാർഡാണ്. ഇത് നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് എല്ലാ സാഹചര്യങ്ങളെയും നമുക്ക് കായികമായിട്ട് നേടിയെടുക്കാൻ പറ്റൂല. നമുക്ക് ചിലപ്പോൾ സ്വാധീന ശക്തി ഉപയോഗിക്കേണ്ടി വരും, നമ്മുടെ മനസ്സാന്നിധ്യം ഉപയോഗിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ് സ്കില്ലുകൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പം അത്തരത്തിൽ നമുക്ക് നമ്മുടെ സോഫ്റ്റ് സ്കില്ലുകൾ, നമ്മുടെ കറേജ്, ബ്രേവറി ഒക്കെ നമുക്ക് കാണിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഈ പറഞ്ഞ സ്ട്രെങ്ത്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ കേൾക്കാം. പട്ടി കേൾക്കുന്നുണ്ടോ? തൊട്ടപ്പുറത്ത് ഹോസ്പിറ്റലിലേ ആംബുലൻസ് വന്നു. അപ്പോൾ പെട്ടെന്ന് പട്ടികളെല്ലാം കൂടെ കുറയ്ക്കുന്ന വെച്ചാണ് കേട്ടോ. ചില ആംബുലൻസ് വരുമ്പോഴേ ആ ശബ്ദമുള്ളൂ. ദെൻ സ്ട്രെങ്ത് കാർഡ് എന്ന് പറയുന്നത് നമ്മൾ വലിയ കാർമികമായിട്ടുള്ള സിറ്റുവേഷൻസിൽ കൂടെ പോകുമ്പോൾ നമുക്കതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ധൈര്യം വേണം, അല്ലെങ്കിൽ നമുക്ക് നല്ല മനോബലം വേണം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ വളരെ മനോബലമുള്ള ഒരാളാണ് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. പണ്ടത്തെ നിങ്ങൾ എന്തെങ്കിലും കേട്ടാൽ ഉടനെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളായിരിക്കും. ഇപ്പോൾ അതല്ല, നിങ്ങൾ വളരെ ബോൾഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നല്ല കഴിവുകളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഏത് സാഹചര്യത്തെയും അതിജീവിക്കാൻ പറ്റുന്ന വിധം നിങ്ങൾ വളർന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കഴിവ് നിങ്ങൾ ആർജിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മനസ്സിലാകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് സ്ട്രെങ്ത് കാർഡ് പറയുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിരിക്കണം. നിങ്ങൾക്കെതിരെ വരുന്ന എന്ത് കൂരമ്പുകളെയും നിങ്ങൾ നേരിടാൻ സന്നദ്ധരായിരിക്കണം. അത് നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യും. നിങ്ങൾക്ക് മനോഹരമായിട്ട് അത് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളിപ്പോൾ പണ്ടത്തെ ആളൊന്നും അല്ല, യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുള്ള ആളാണ്. വളരെ അധികം സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരാളായിട്ടാണ് കാണുന്നത് കേട്ടോ. അതാണ് സ്ട്രെങ്ത് കാർഡ് പറയുന്നത്. ദെൻ ലാസ്റ്റ് കാർഡ് വന്നിട്ട് 2 ഓഫ് സോഡാണ്. ഇത്
മജീഷ്യനാണ് ബോട്ടം വന്നിരിക്കുന്നത്. 2 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ 2 ഓഫ് സോഡും സ്ട്രെങ്തും ഡെപ്തും. ഇത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നൊരു തീരുമാനം എടുക്കേണ്ടി വരുവാന്ന് വെച്ചു. അപ്പം നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കണ്ട. കാരണം നിങ്ങൾക്കത് തീരുമാനം എടുക്കണമെങ്കിൽ തന്നെ നിങ്ങൾ ഒരുപാട് കോൺഫ്ലിക്റ്റഡ് ആയിരിക്കും. നിങ്ങൾ ഭയങ്കര ടെൻഷനിലൂടെയൊക്കെ പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇന്ന് ആ തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ അങ്ങനെ വളരെ ബുദ്ധിമുട്ടി തീരുമാനം എടുക്കാനായിട്ട് ശ്രമിക്കേണ്ട. ഇന്നത്തെ ദിവസം നിങ്ങൾ ആ തീരുമാനം എടുക്കേണ്ടതില്ല. അതൊന്ന് ആലോചിച്ച് നിങ്ങൾ നിങ്ങളുടെ എല്ലാ സ്കില്ലുകളും ഉപയോഗിച്ച് ഇത് ഞാൻ ഈ തീരുമാനം എടുത്താൽ എന്ത് സംഭവിക്കും, ഈ തീരുമാനം ഞാൻ എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള വരുംവരായികളെക്കുറിച്ച് ആലോചിച്ചതിന് ശേഷം മാത്രം ഇന്ന് തീരുമാനം എടുക്കാനുള്ള ആളുകൾ തീരുമാനം എടുത്താൽ മതി. ഓക്കെ, അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ചാടിക്കയറി ഇന്ന് തീരുമാനം എടുത്തിട്ട് ഒന്നിനും ഇറങ്ങി പുറപ്പെടാൻ പോകരുത്. ബോട്ടം വന്നിരിക്കുന്ന മജീഷ്യനാണ്. അപ്പോൾ മജീഷ്യൻ എന്ന് പറയുന്നത് എല്ലാ റിസോഴ്സും നിങ്ങൾക്കുണ്ട്. മാനിഫെസ്റ്റേഷൻ പവറുള്ള ആളാണ്, വളരെ എനർജറ്റിക് ആണ്, പവർഫുള്ളാണ്, അതുപോലെ ക്രിയേറ്ററാണ്. എന്തിൽ മത്സരിച്ചാലും നിങ്ങളിന്ന് ഒന്നാമനായിട്ടെത്തും. നിങ്ങൾക്ക് വളരെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ആളാണ്. നിങ്ങൾക്കിന്ന് എല്ലാ കഴിവുകളും നിങ്ങളിൽ നിന്ന് പ്രകാശിച്ച് നിൽക്കുന്ന ദിവസമാണ്. അപ്പോൾ നിങ്ങൾക്കിത് മിറാക്കിൾസ് സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. നിങ്ങൾക്ക് അത്ഭുതങ്ങൾ നിങ്ങളിലേക്ക് വന്ന് നിറയാൻ സാധ്യതയുള്ള ദിവസമാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഡിവൈൻ കണക്ഷൻ നേരിട്ടുള്ളതാണ്. ഇത് കണ്ടില്ലേ, ഈ മജീഷ്യൻ്റെ കൈ ഒരെണ്ണം ഡിവിനിറ്റിയിലേക്കും മറ്റേ കൈ എർത്തിലേക്കുമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇന്ന് ദൈവത്തിൻ്റെയും ഈ പ്രകൃതിയുടെ അല്ലെങ്കിൽ ഭൂമിയുടെ ഇടയിലുള്ളൊരു ചാലകമായിട്ടാണ് വർത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഡിവൈനായിട്ട് കൺവേഴ്സ് ചെയ്യാൻ ഇന്നേ ദിവസം പറ്റും. നിങ്ങൾക്ക് റിസോഴ്സ്ഫുൾ ആണ്. നിങ്ങൾ വളരെയധികം കഴിവുകളുള്ള റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ ഇന്ന് എന്ത് തീരുമാനിച്ചാലും നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ പറ്റും. ഇന്നത്തെ ദിവസം വളരെയധികം മാനിഫെസ്റ്റേഷൻ പവറുള്ള ദിവസമാണ്. ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ആയിട്ടിരുന്നാലാണ്, പോസിറ്റീവായിട്ട് നല്ല വൈബ്രേഷനിലിരുന്നാലാണ് നമുക്ക് എന്തും അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നെഗറ്റീവ് തോട്ട്സ് എല്ലാം കളഞ്ഞ് പോസിറ്റീവായിട്ടിരിക്കുക. നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. അതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ മൊത്തത്തിലുള്ളൊരു റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതാണെന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സൺഡേ ആണ്, വഴക്കുണ്ടാക്കരുത്. വീട്ടിൽ ഹാപ്പി ആയിട്ടിരിക്കണം. നല്ല ഗുഡ് മെമ്മറീസ് ഒക്കെ ഉണ്ടാക്കണം. അപ്പം നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.